ലോകത്തിലെ ഏറ്റവും കഠിനമായ ഫിറ്റ്നസ് ചലഞ്ചുകളിൽ ഒന്നാണ് അയൺമാൻ ചലഞ്ച്. ഈ ചലഞ്ചിൽ പങ്കെടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. തനിക്ക് 18 വയസ്സ് തികയുന്ന അതേ ദിവസം തന്നെ ഈ അയൺമാൻ ചലഞ്ചിൽ പങ്കെടുത്ത് മികച്ച വിജയം സ്വന്തമാക്കിയ ഒരു മലയാളിയുണ്ട് ഇങ്ങ് UAE-യിൽ. മലപ്പുറം സ്വദേശി ശ്രീദത്ത്. അയൺമാൻ ചലഞ്ചിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയ ശ്രീദത്തിനെ ഒന്ന് പരിചയപ്പെടണം. അയൺമാൻ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. മികച്ച ശാരീരികക്ഷമതയും അർപ്പണബോധവുമുള്ളവർ മാത്രം വിജയിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ ചലഞ്ചുകളിൽ ഒന്ന്. ഓട്ടത്തിലും നീന്തലിലും സൈക്ലിങ്ങിലും ഒരേപോലെ മികവ് ആവശ്യമുള്ള ഇടവേളകളില്ലാതെ കായികക്ഷമത തെളിയിക്കേണ്ട മത്സരത്തിന് ഈ മലപ്പുറം സ്വദേശി നെഞ്ചു വിരിച്ചിറങ്ങിയത് തനിക്ക് 18-ാം വയസ്സ് തികയുന്ന ദിവസത്തിൽ. ഇതുവരെ ഒരു മലയാളിയും കൈവരിച്ചിട്ടില്ലാത്ത ഈ നേട്ടം സ്വന്തമാക്കിയ ഈ ശ്രീദത്ത് ആള് ചില്ലറക്കാരനല്ല. The day before the race, I had so many doubts that whether I'll complete the race, will anything happen to my bike, or what will happen to me. But then the moment I finished the race, was another feeling. I started crying and stuff, and then I forgot about the pain I had the moment I crossed, and then till I received the medal, I didn't feel any pain, and it was one of the best memories I've ever had in my entire life. ഈ പുഞ്ചിരിക്ക് പുറകിൽ വർഷങ്ങളുടെ നീണ്ട അധ്വാനമുണ്ട്, ചിട്ടയായ പരിശീലനമുണ്ട്. കുഞ്ഞുനാൾ മുതൽ കായിക മേഖലയിൽ തന്നെയായിരുന്നു ശ്രീദത്തിന്റെ താല്പര്യം മുഴുവൻ. മകന്റെ ഇഷ്ടം കൃത്യമായി മനസ്സിലാക്കിയ മാതാപിതാക്കൾ മകന് ദുബായിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല പരിശീലനം എല്ലാ വിഭാഗങ്ങളിലും നൽകി. 6-ാം വയസ്സ് മുതൽ പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം വിജയക്കൊടി പാറിച്ചായിരുന്നു ശ്രീദത്തിന്റെ യാത്ര. 11-ാമത്തെ വയസ്സിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ മിടുക്കൻ. ഫസ്റ്റ് കരാട്ടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഹി വാസ് ഡൂയിങ് വെരി വെൽ. പിന്നെ ഒരു 2-ാം ക്ലാസ് 3-ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ അവരെ ഫുട്ബോളിലെടുത്തു. സോ ഹി വാസ് ഷോയിങ് വെരി മച്ച് ഇൻട്രസ്റ്റഡ്. അപ്പം അന്ന് മനസ്സിലായി ദാറ്റ് ഈസ് വിൽ ബി ഹിസ് ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കുറേ വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതിൽ നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ബെറ്റർ വി തോട്ട് മോർ ദാൻ ദ ഗ്രൂപ്പ് ഗെയിം ബെറ്റർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റിലായിരിക്കും നല്ലതെന്ന് തോന്നി. സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്തു വന്നപ്പോൾ ഹി വാസ് ഷോയിങ് വെരി ഗുഡ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ സ്വിമ്മിങ് ആൾസോ. അങ്ങനെ പിന്നെ ദെൻ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഗോൺ. പിന്നെ ഓരോ നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ. ഇപ്പോൾ ഒരു അത്ലറ്റിക്സിൻ്റെ ടീച്ചറാണ് കണ്ടത് ഹി ക്യാൻ ഡു ലോങ് റൺ. അപ്പോൾ ടീച്ചർ സജസ്റ്റ് ചെയ്തു വൈ ഡോണ്ട് യു പുട്ട് ഇൻ ലോങ് റൺ. അങ്ങനെ ചെറിയ ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഇവൻറ്റ് തന്നെ അവന് മെഡൽസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ നൗ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈസ് എസ് ഫീൽഡ്. പഠനത്തോടൊപ്പം കായിക ഇനങ്ങളിൽ പരിശീലനം തുടരുന്നത് അങ്ങനെയാണ്. ആദ്യം ഫുട്ബോളിലും പിന്നീട് നീന്തലിലേക്കും ഓട്ടത്തിലേക്കുമെല്ലാം ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് ശ്രീദത്തിന്റെ കഴിവ് കൃത്യമായി മനസ്സിലാക്കി പുതിയ വാതിലുകൾ തുറന്നു നൽകിയത്. തുടർന്ന് 14-ാം വയസ്സ് മുതൽ ട്രയാത്തലോൺ പരിശീലനത്തിലേക്ക് ശ്രീദത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും തുടങ്ങി. When I was 6 years old, I started karate and all, and then I was more into football. I was playing football for a while, and then when I was 12 years old, I stopped football, and then I continued swimming because my coach from my school, Dasan sir, suggested me to do swimming. And then I was training for swimming for 1 year, and then there was a Filipino coach named Shomer coach. He suggested me to do triathlon because that time I was into running also. So I used to do 3K, 5 kilometers. So he told I should come into triathlon and then start do that sport. So from the age of 14, I started my triathlon career.
മലയാളി കായിക പ്രേമികളുടെ UAE-യിലെ ഏറ്റവും വലിയ കൂട്ടായ്മകളിൽ ഒന്നായ കേരള റൈഡേഴ്സിലെ അംഗങ്ങളെ കണ്ടുമുട്ടിയതാണ് ശ്രീദത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കൂട്ടായ്മയിലെ നാസറിന്റെയും മോഹൻദാസിന്റെയും ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കുറച്ചൊന്നുമല്ല ഈ മേഖലയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ശ്രീദത്തിനെ സഹായിച്ചത്. We met a person from Kerala Riders. His name is Nasir, and he taught me what were the rules, the things I needed, what I required and stuff. And then I did my first race, and then the first race got me interested into this sport. കൃത്യമായ പരിശീലനം ഒന്നു മാത്രമാണ് ശ്രീദത്തിന്റെ വിജയങ്ങൾക്ക് പുറകിലെ പ്രധാന രഹസ്യം. ഓരോ ദിവസവും പ്രത്യേകം ഇനങ്ങളടക്കം നിശ്ചയിച്ചാണ് പരിശീലനം നടത്തുക. പൂർണ്ണമായും മനസ്സും ശരീരവും അർപ്പിച്ചുള്ള തപസ്. The preparation required is I train 6 days a week, almost 3 to 4 hours daily, every day. So my schedule will always be like 2 days of cycling, where one day will be mostly sprint session and the other day will be long rides, like more than 80 kilometers of cycling. And then for the swim, one day will be mostly on technique and sprints and stuff, and the other day will be more of endurance, where we swim more than 4K, 5K. And then my run also will be 3-day session. So one day will be mostly for strength session, where I develop the strength of all my muscles, and the second one will be more of short sprints and like 400-meter sprints and sets like that. And the other day of running will be long runs, like more than 15K of running. അങ്ങനെ ജർമ്മനിയിലെ ഹാംബർഗിൽ നടക്കുന്ന അയൺമാൻ ചലഞ്ചിൽ ഇത്തവണ പങ്കെടുക്കാൻ ശ്രീദത്ത് തീരുമാനിച്ചു. ഇടവേളകളില്ലാതെ സ്വിമ്മിംഗ്, സൈക്ലിംഗ്, റണ്ണിംഗ് എന്നിവ നിശ്ചിത സമയത്തിൽ ചെയ്തു തീർക്കുക എന്നതാണ് വെല്ലുവിളി. ഈ മാസം 2-നാണ് മത്സരം നടന്നത്. 18 വയസ്സ് തികയുന്ന ദിവസം. ഒന്നും നോക്കിയില്ല, മത്സരിക്കാൻ ഇറങ്ങി. 4 കിലോമീറ്ററോളം നീന്തി, 180 കിലോമീറ്റർ സൈക്ലിംഗ് നടത്തി, 42 കിലോമീറ്ററിലധികം ഓടി. ശ്രീദത്ത് നിശ്ചിത സമയത്തിനും എത്രയോ മുൻപ് ഫിനിഷ് ചെയ്തപ്പോൾ പിറന്നത് റെക്കോർഡാണ്. ഏറ്റവും കഠിനമായ ഫിറ്റ്നസ് ചലഞ്ചായ അയൺമാൻ ചലഞ്ച് പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എന്ന നേട്ടമാണ് ശ്രീദത്തിനെ തേടിയെത്തിയത്. ലോകത്ത് ഇതുവരെ 2-3 പേർ മാത്രമാണ് ഇത്ര കുറഞ്ഞ പ്രായത്തിൽ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഈ വർഷം തന്നെ ചെയ്യണമെന്ന് ഇവനും അതിലൊരു വാശി ഉണ്ടാവാൻ കാരണം അത് ബർത്ത്ഡേയുടെ ആണ്, 18th ബർത്ത്ഡേയുടെ ആണ്. ഈ അയൺമാനിന് ഒരു റൂളുണ്ട്, മിനിമം ഏജ് ഈസ് 18 years old. അതായത് ഇഫ് ഹി ഫിനിഷ് ഓൺ 18th ബർത്ത്ഡേ നോബഡി ക്യാൻ ബ്രേക്ക് ദ റെക്കോർഡ്. അതാണ് അവനെ സംബന്ധിച്ചോളം അതായിരുന്നു ഏറ്റവും വലിയൊരു ഒരു മോട്ടിവേഷൻ. അതായത് യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് ചാൻസ് അഗെയിൻ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അതിനേക്കാൾ കൂടെ നമുക്ക് ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് നമ്മുടെ മോൻ അത് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് വൺ ഇൻ കേരളയിൽ ഫസ്റ്റാണ് ഒരു മലയാളി ആദ്യമായിട്ടാണ് ഈ 18th ബർത്ത്ഡേക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു കുട്ടി കൂടി ചെയ്തിട്ടുണ്ട് 18th ബർത്ത്ഡേക്ക്. വേൾഡ് വൈഡ് ഒരു കുട്ടി കൂടി ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ബട്ട് ലൈക്ക് ഇഫ് നമ്മുടെ ഒരു വേൾഡിലൊരു മൂന്നാമത്തെ ഒരാൾ ആണ് നമ്മുടെ മകൻ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അയൺമാൻ പട്ടം സ്വന്തമാക്കി മലയാളികൾക്കാകെ അഭിമാനമായ ശ്രീദത്ത് പക്ഷേ ഇപ്പോഴും കഠിനമായ പരിശീലനത്തിൽ തന്നെയാണ്. ഇനിയും ഏറെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാനുണ്ടെന്നാണ് ശ്രീദത്ത് പറയുന്നത്. Ironman is over. Now I have to concentrate on short distance like sprint. So right now National Games is coming around October, November. So now I have to start my preparation for that.
Now, since it's a short distance, it'll be more of a sprint and less of long distance riding. Yeah, that's what. So I have to improve my speed and my endurance. ശ്രീദത്തിന്റെ യാത്ര തുടരട്ടെ. ഇനിയും മലയാളികൾക്ക് അഭിമാനമാവാൻ ഈ മിടുക്കന് സാധിക്കട്ടെ.